നമസ്കാരം. സെൻട്രൽ ജയിലിൻ്റെ തൊട്ടടുത്താണ് നമ്മളുള്ളത്. ഇവിടെ ഒരു ഫ്രീഡം ഫുഡ് ഫാക്ടറി ഉണ്ട്. അതിനോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് റെസ്റ്റോറൻറ്റും ഉണ്ട്. ഈ സംഭവങ്ങളെന്ന് പറഞ്ഞാൽ ജയിലിലെ തടവുകാർ അവർ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. അത് മാത്രമല്ല, മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ അവിടെയും വണ്ടിയിട്ട് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ റേറ്റ് കുറവാണ്, ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. അത് കണ്ടിട്ടുണ്ട്. ഏതായാലും ഞങ്ങൾ വന്നപ്പോൾ ചേട്ടനോട് ചോദിക്കാം, ചേട്ടാ എന്തൊക്കെയാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത് ജയിലിൽ? ജയിലുണ്ടാക്കുന്നത് ചപ്പാത്തി ഉണ്ട്, പിന്നെ ചിക്കൻ വിഭവങ്ങൾ, ചിക്കൻ കറിയുണ്ട്, ചിക്കൻ ചില്ലി ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, മുട്ടക്കറിയുണ്ട്, വെജിറ്റബിൾ കറിയുണ്ട്, ബിരിയാണി ഉണ്ട്, പൊറോട്ട, അങ്ങനെയൊക്കെ ഉള്ളത് സാധാരണ ഹോട്ടലിൽ കിട്ടുന്ന നല്ല സാധനം കിട്ടും. വേറെ വില കുറവാണ്. ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒന്നും ചേർക്കുന്നതല്ല. ചിക്കൻ ബിരിയാണിക്ക് എന്ത് വില വരും? 70 രൂപയാണ് ചിക്കൻ. 70 രൂപ. ചപ്പാത്തി ഒരു കവർ 5 എണ്ണം ഉള്ള പാക്കറ്റ് ഉണ്ട്, 10 എണ്ണം ഉള്ള ചപ്പാത്തി അല്ലേ? അത് ചപ്പാത്തി. ഇത് 5 എണ്ണം. ഇത് എത്ര രൂപ? 15 രൂപ. ഒരു ചപ്പാത്തിക്ക് 3 രൂപ. ഇതെല്ലാം കറികളാണോ? അത് മുട്ടക്കറി 20 രൂപ. 20 രൂപ. അങ്ങനെ ബിരിയാണി വിലയാണ് ഞാൻ പെട്ടെന്ന്. ഓക്കെ. ബിരിയാണിക്ക് 70 രൂപയുള്ളൂ അല്ലേ? ഇതിപ്പോ നിങ്ങൾ കൗണ്ടർ, ഫ്രീഡം കൗണ്ടറാണ്. പിന്നെ റെസ്റ്റോറൻറ്റ് കഴിക്കാം, അവിടെ കഴിക്കാം. ചേട്ടാ ചിക്കൻ ബിരിയാണിയാണല്ലേ? വില കുറവാണ്. നല്ല ടേസ്റ്റാണ്, നല്ല ക്വാളിറ്റിയാണ്. ഈ വിലയ്ക്കുള്ള ക്വാളിറ്റി ഉണ്ട്. അതിൽ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് നേരത്തെ ആയിപ്പോയി. അധികം ആൾക്കാരൊന്നുമില്ല. ഉച്ച സമയമായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങളൊരു 10-11 മണിയായപ്പോൾ തന്നെ ഇവിടെ എത്തി. ചേട്ടാ ഇത് റെസ്റ്റോറൻ്റ് ആണല്ലേ? ഫ്രീഡം ഫുഡ് ഫാക്ടറിയുടെ കൂടെയുള്ള റെസ്റ്റോറൻറ്റ്. ഇവിടെ അതേ അവിടുത്തെ റേറ്റ് തന്നെയാണോ ഇവിടെ? സെയിം റേറ്റ് എല്ലാവരും ബിരിയാണിക്ക് 70 രൂപ. സെയിം റേറ്റ്. അവിടെ കൗണ്ടറിൽ കിട്ടുന്ന എല്ലാ സാധനവും ഇവിടെ കിട്ടും. അതായത് കൗണ്ടർ ഇവിടെ ഒന്ന് തന്നെയാണ്. അപ്പോൾ വില വ്യത്യാസം അങ്ങനെ ആൾക്കാർക്ക് വരുന്നുണ്ടോ? ഇഷ്ടം പോലെ നല്ല ആഹാരമാണ് കഴിച്ചപ്പെടുന്നത്. വില കുറവാണ്, എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. വേറെ കെമിക്കലൊന്നും ചേർക്കില്ല. അതെ. ഈ ബാക്കിയല്ലോ വരും? ഇല്ല, അങ്ങനെ നമ്മൾ അതനുസരിച്ചാണ് ചെയ്യുന്നത്. അഥവാ വന്നാലും നമ്മൾ പിറ്റേന്ന് എടുക്കില്ല, അത് കളയുക. ഏതായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷേ തിരുവനന്തപുരം നിവാസികൾക്ക് ഒരു അറിയാമായിരിക്കും ഇങ്ങനൊരു സംഗതി ഉള്ളത്. ഈ പറയുന്നത് യാതൊരുവിധ കെമിക്കലും ഇല്ലാതെ, അല്ലെങ്കിൽ വേറൊന്നും ചേർക്കാതെ നല്ല സാധനം കുറഞ്ഞ ചിലവിൽ രുചികരമായി കിട്ടണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വരിക. മെഡിക്കൽ കോളേജുണ്ട്, അവിടെ ചെന്നാൽ അവിടെയും വണ്ടിയിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ വില തുച്ഛം ഗുണം മെച്ചം. ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീത് മാരാർ സൈനിങ്ങോ.